ദിവസമാണ്. നമ്മുടെ പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന ദിവസം തന്നെയാണ് നമ്മളുടെ പുതിയ സിനിമ തുടങ്ങുന്നത്. സർക്കാരിന് രൂപീകരിക്കുന്ന എല്ലാ മന്ത്രിമാർക്കും ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഒരു കുഞ്ഞ് കാര്യം പറയാനുണ്ട്. ഈ സിനിമയുടെ പുറകിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു 50-60 പേരെ കഴിഞ്ഞ 2 മാസമായി ഞാൻ കാണുന്നു. അവരെൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ ഓഫീസിലായി 28 സിനിമ നിർമ്മിച്ച ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിന് വളരെ ഐ ഫീൽ ഇത്രയും എനർജറ്റിക്കില് ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവരെ ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ ആരോട് പറഞ്ഞു, ഇതിൻ്റെ സംവിധായകനെ എനിക്ക് കഴിഞ്ഞ ഈ സംവിധായകൻ നിങ്ങൾ അവരിങ്ങനെ നാളെ മുടങ്ങിയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും പുള്ളിക്ക് വേറൊരു വീക്ക്നെസ് ഉണ്ട്. പുള്ളി ഒരു വണ്ടി പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വണ്ടി സംബന്ധമായി എനിക്കൊരു 15 കൊല്ലം മുമ്പ് അദ്ദേഹത്തിനായിരിക്കാം, 20 കൊല്ലം. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും പാട്ടിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് എൻ്റെ മ്യൂസിക് കമ്പനി വലുതാകണമെന്ന് എന്നെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് രതീഷ് വേഗ. അതുകൊണ്ട് അദ്ദേഹം ഞാനുമായിട്ട് ഇങ്ങനെ നിരന്തരം സംസാരിക്കുമായിരുന്നെങ്കിലും ഈ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ സിനിമ ചെയ്യാൻ ദൈവം ഇപ്പോഴാണ് ഇടവരുത്തുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാൻ ഈ രാശിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്, ജയനാണ്. കാരണം ഞാനും ജയനും തമ്മിൽ എല്ലാ ദിവസവും വിളിച്ച് അവരുടെ ഡയലോഗുകൾ പറയുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ കൂടി ഞങ്ങൾക്ക് പരസ്പരം ഒരു വിശ്വാസവും സ്നേഹവും സൗഹൃദവും ഉണ്ട്. അത് ഞങ്ങൾ ഇതിനു മുമ്പ് ക്യാപ്റ്റനിലൂടെയാണ്. ക്യാപ്റ്റൻ സിനിമ ചെയ്യുന്ന സമയം മുതൽ ഞങ്ങൾക്കിടയിൽ ഒരു സ്നേഹമുണ്ട്. അപ്പം അദ്ദേഹം എന്നെ വിളിച്ച് ഈ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു തീവ്രത, അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം, ഒരു പാഷൻ എന്നെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നടന്നതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഈ സിനിമയിലേക്ക് എത്തി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു തപസ് പോലെ കൊണ്ടു നടന്ന ഒരു പ്രോജക്റ്റാണ്. ഞാൻ അദ്ദേഹത്തോട് എല്ലാ ദിവസവും പറയും, നമുക്ക് നല്ലതേ വന്ന് ചേരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കാസ്റ്റിങ്ങിലായാലും ഞങ്ങൾ ടെക്നീഷ്യൻസിനെ കൂട്ടുമ്പോഴും എല്ലാം ചേരുംപടി ചേരുന്ന രീതിയിലാണ് ഓരോ ആളുകൾ വന്ന് നമ്മളിലേക്ക് ചേർന്നത്. ഇനിയിപ്പോൾ ഈ സിനിമ നമ്മളുടെ എല്ലാവരുടെയുമാണ്. ഈ സിനിമ മാറുന്ന കാലഘട്ടത്തിന് അനുസരിച്ചുള്ള സിനിമയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അധികമായിട്ടൊന്നും ചിന്തിക്കരുത്, ചിന്തിച്ചു കൂട്ടണ്ട. പക്ഷേ ആരെയും വേദനിപ്പിക്കാത്ത ഞാനൊരു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് ഈ സിനിമയിൽ ഒരു നാച്ചുറൽ പറഞ്ഞ് ഞാനിങ്ങനെ നിർത്തുകയാണ്. ഞാൻ അഭിനയിച്ച ഒരു സിനിമ കാണുമ്പോൾ മൈ നെയിം ഈസ് ഖാൻ, ഐ ആം നോട്ട് എ ടെററിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ കാണുമ്പോൾ എപ്പോഴും ഞാൻ ചിന്തിക്കും, എന്തിനാണ് നമ്മൾ ചില പ്രത്യേക കോർണറുകളിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ കേരളീയരാകുന്നതുമില്ല. അങ്ങനെ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന നമ്മൾക്ക് ആവശ്യമാകുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രണ്ടാമത്തത്, നമ്മളറിയാതെ ഒത്തിരി പേര് നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് ഈ ലോകത്തിൽ. ആ കഷ്ടപ്പെടുന്നവരുടെ വേദനകൾ തിരിച്ചറിയപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഈ സിനിമ. ഈ സിനിമ നമ്മൾ ഗുഡ്വില്ലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം, റിപ്പീറ്റ് വ്യൂവേഴ്സ് ഉള്ള എൻ്റെ പല സിനിമകളിലും എടുക്കുമ്പോഴും എനിക്ക് റിപ്പീറ്റ് പിന്നെയും കാണാൻ തോന്നുന്ന ഒരു സിനിമയും എൻ്റെ ഇല്ല. അതിനകത്ത് ആകെപ്പാടെ എനിക്ക് പിന്നെയും കാണണമെന്ന് തോന്നുന്നത് അബ്രഹാമിൻ്റെ സന്തതികളാണ്. ഈ അബ്രഹാമിൻ്റെ സന്തതികളുമായി ഈ സിനിമയ്ക്ക് ഒരു കണക്ഷനുണ്ട്. അതിനകത്ത് ഞാൻ ഒരാളെ കണ്ടുപിടിച്ച് മമ്മൂക്കയ്ക്ക് അനിയനാക്കിയിരുന്നു, ആൻസൺ പോൾ. ആൻസൺ പോൾ ഈ സിനിമയിൽ യാദൃശ്യമായി വന്നുകൂടിയിട്ടുണ്ട്. അതുപോലെ ഈ സിനിമയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാം അനുഗ്രഹവും സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം വേണം. താങ്ക് യു.